ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു ജേർണലിംഗ് ബുക്കാണ് ഉണ്ടാക്കാൻ പോണത്. സത്യം പറഞ്ഞ ജാനുവരി മന്ത് തുടങ്ങുകയും ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞുകയും ചെയ്തു. എന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ 2024 ഡിസംബർ ലാസ്റ്റ് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. എനിക്ക് ജാനുവരി ഫസ്റ്റ് വീക്ക് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടി കാരണവും പിന്നെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കണം ആ ഒരു തിരക്കിൽ അങ്ങനെ വിട്ടുപോയി. എന്തായാലും സാരമില്ല, ഇപ്പം എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത്രയൊക്കെ എളുപ്പത്തിൽ ബുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴാണ് സത്യമായിട്ട് അറിഞ്ഞത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള പേജസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട്, അതായത് യൂസ് ചെയ്യാത്ത പേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് സ്റ്റേപ്ലറൊക്കെ അടിച്ചിട്ട് അങ്ങനെ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ബുക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അപ്പം ഈ ഒരു ജേർണലിംഗ് ബുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 10 A4 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടായി ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 20 പേജസ് ഉള്ള ഒരു ബുക്ക് കിട്ടും. നിങ്ങൾക്ക് എത്ര പേജസ് ഉള്ള ബുക്കാണോ അതനുസരിച്ചിട്ട് A4 ഷീറ്റൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബുക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 10 A4 ഷീറ്റൊക്കെ മതിയാവും. അങ്ങനെ ഞാൻ എല്ലാ A4 ഷീറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പേജസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ഇവിടെ പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ അതിന്റെ സെൻട്രലായിട്ട് നല്ലപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഗ്ലൂവിന് ഒരു പിശുക്കും കാണിക്കണ്ട. ഗ്ലൂവിന് പിശുക്ക് കാണിച്ചാൽ പേജസ് ഒക്കെ ഇങ്ങനെ അടർന്നു വരും. അപ്പം നല്ലപോലെ ഗമ്മൊക്കെ തേച്ച് അവിടെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു പീസ് പേപ്പർ വേണം, അതും കൂടെ ഒന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പെട്ടെന്ന് പേജസ് ഒന്ന് അടർന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഗ്ലൂ തേച്ചിട്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ആ ബുക്ക് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു ബുക്കിൻ്റെ കവർ പേജ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പഴയ ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്യാം. എനിക്കിവിടെ കാർഡ്ബോർഡ് കട്ട് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ ഒരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അങ്ങനെ തീർച്ചെടുത്തു. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേജസിനെ വെച്ച് കുറച്ച് വലുതായിരിക്കണം ആ എടുക്കുന്ന കാർഡ്ബോർഡ്, അത്രേ ഉള്ളൂ. അതിനുശേഷം ഇത്രയും വലുപ്പമുള്ള പേപ്പർ വേണം. ഞാനിവിടെ A5 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്ന് പറയുകയാണെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും മതി. ഇനി ചാർട്ട് പേപ്പർ ഇല്ലാന്ന് പറഞ്ഞാൽ 2 A4 ഷീറ്റിനും കൂടെ ജോയിൻ ചെയ്തിട്ട് എടുത്താലും മതി. ഇവിടെ ഞാൻ കുറേ A5 ഷീറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത്. ഇവിടെ A5 ഷീറ്റ്സ് മേടിക്കാൻ ഒരു കാരണമുണ്ട്. കോളേജിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ നമുക്ക് ഇങ്ങനത്തെ A5 ഷീറ്റ്സ് വേണം. അതിനു വേണ്ടി കുറേ മേടിച്ചതാണ്. ബൈ ദ വേ, നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഒന്നുമില്ല, സെന്ററിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 കാർഡ്ബോർഡ് പീസും 2 എൻഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഇതുപോലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഗ്ലൂവിന് ഒട്ടും പിശുക്ക് കാണിക്കേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് അടർന്നു വരും. അത് മെയിൻലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നല്ലപോലെ ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കവർ പേജും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണങ്ങാനായിട്ട് മാറ്റി വെച്ച ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതൊന്ന് സെൻട്രലാക്കി വെച്ച് കൊടുത്തിട്ട് ഇവിടെയും ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഗമ്മാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ ഇതാ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാ പേജസ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്നും വിട്ടുപോണ രീതിയിലൊന്നും വന്നിട്ടില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ബുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂ കളർ ബ്രഷ് പെൻ എടുത്തിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ബ്ലൂ കളർ വെച്ച് വരച്ച് വന്നപ്പോഴും ഒരു ഫിനിഷിങ് ലുക്ക് ആയിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് ഇടയിലൊന്ന് വരച്ച് നോക്കാമെന്ന്. അത് വരച്ച് വന്നപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്കും ബ്ലാക്ക് പെൻ വെച്ച് വരച്ച് വന്നപ്പോൾ ഒരു ഭംഗി പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബുക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയാണ്. ഇത് ആക്ച്വലി ഫാബ്രിക് പെയിന്റ് വെച്ച് ഞാൻ വരച്ച് കട്ട് ചെയ്ത് എടുത്തതാണ്. അതൊന്ന് സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ചെറി ഒട്ടിച്ചു വന്നപ്പോൾ തന്നെ ഈ ബുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ ക്യൂട്ടാക്കണമല്ലോ, അതിനായിട്ട് ഒരു കുഞ്ഞ് പീസ് ഓഫ് പേപ്പറിൽ ഇതുപോലെ ഒരു കോട്ട് എഴുതിയിട്ട് സെൻറ്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലൊരു കേർവ് ലൈൻസ് ഒരു പേപ്പറിൽ വരച്ച് കളറൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് ബോർഡറായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ പിങ്ക് കളർ ബോർഡറും കൂടെ ഒട്ടിച്ചു വന്നപ്പോൾ നമ്മുടെ ബുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വെറുതെ പറയല്ല, സത്യമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലൊരു ബുക്കൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ജേർണലിംഗ് ബുക്കൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ ഈ ഒരു ബുക്ക് വന്നിട്ട് 2025 ബുള്ളറ്റ് ജേർണലിംഗ് ബുക്കായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബുക്ക് ബുള്ളറ്റ് ജേർണലിംഗ് ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ജേർണലിംഗ് ബുക്ക് ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക.